ഹായ് വെൽക്കം ഓൾ ടു ലെറ്റ്യൂസ് എഡ്യൂ ടിപ്സ്. എല്ലാ PSC ഉദ്യോഗാർത്ഥികൾക്കും ലെറ്റ്യൂസ് എഡ്യൂ ടിപ്സിലേക്ക് സ്വാഗതം. നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന വരാൻ പോകുന്ന LDC, LGS, CPO, വിമൻ CPO ഒക്കെ എക്സാമിനേഷന് വേണ്ടിയിട്ടാണ്. അതിന്റെ ഭാഗമായിട്ട് സ്റ്റാർട്ട് ചെയ്തൊരു ടോപ്പിക്കാണ് 150 ടോപ്പിക്സ്. 150 പ്രധാനപ്പെട്ട ടോപ്പിക്കുകൾ നമ്മൾ LDC, LGS എക്സാമിനേഷന് മുമ്പായിട്ട് പഠിക്കും. അതിനെ റിവൈസും ചെയ്തു പോകുന്ന ഒരു മെത്തേഡ്, അതിനാണ് 150 ടോപ്പിക്സ്. അതിനകത്ത് ഹോട്ട് ടോപ്പിക്സ് മാത്രമായിരിക്കും ഉൾപ്പെടുത്തുന്നത്. അത് ഒരു സ്മാർട്ട് വർക്കിന്റെ ഭാഗമായിട്ട് പഠിച്ചെടുക്കാം. അപ്പോൾ നിങ്ങൾ എന്തൊക്കെ പഠിച്ചാലും എപ്പോഴും സിലബസ് വൈസും പഠിക്കണം, SCRTയും പഠിക്കണം. സിലബസ് വൈസ് ക്ലാസ്സിന് വേണ്ടിയിട്ട് ലെറ്റ്യൂസ് എഡ്യൂ ടിപ്സിന്റെ ആപ്പിൽ LDC ക്രാഷ് കോഴ്സ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. 90 ദിവസത്തെ ക്ലാസ് ആണ്. അതായത് 90 ദിവസം നമ്മുടെ മെന്റർഷിപ്പോട് കൂടി ക്ലാസ് തരും. ക്ലാസിന്റെ വാലിഡിറ്റി എന്ന് പറയുന്നത് ഈ വർഷം അവസാനം വരെയും കാണും. അതായത് 90 ദിവസം കൊണ്ട് ക്ലാസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ മെന്റർഷിപ്പ് എങ്ങനെ പഠിക്കണം, ഏതൊക്കെ രീതിയിൽ പഠിക്കണം എന്നുള്ള രീതിയിൽ പറഞ്ഞു തരും. അതനുസരിച്ച് നിങ്ങൾ പഠിക്കുന്നു. പക്ഷേ ക്ലാസിന്റെ വാലിഡിറ്റി നമുക്ക് ഡിസംബർ 31 വരെയും ഉണ്ടായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ജോയിൻ ചെയ്യണമെങ്കിൽ 6238948911 എന്ന നമ്പറിലേക്ക് വാട്സാപ്പ് മെസ്സേജ് ഇട്ടാൽ മതി കേട്ടോ. ഈ നമ്പർ നിങ്ങളുടെ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. അവിടെ നോക്കിക്കഴിഞ്ഞാൽ വാട്സാപ്പ് മെസ്സേജ് ഇടാം. കോൾ ചെയ്യേണ്ട, വാട്സാപ്പ് മെസ്സേജ് ഇട്ട് എൻക്വയറി നടത്താവുന്നതാണ്. ഏപ്രിൽ 5 നമ്മൾ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യും. തുടക്കത്തിൽ തന്നെ സ്റ്റാർട്ട് ചെയ്ത് പ്രയോജനപ്പെടുത്തുക. എന്നിട്ട് അതിൻ്റെ കൂടെ നിങ്ങൾ 150 ടോപ്പിക്സും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ യൂട്യൂബിൽ തരുന്ന ക്ലാസ്സുകളും ഒക്കെ കണ്ടു കഴിഞ്ഞാൽ മികച്ച റാങ്ക് നേടി നിങ്ങളുടെ ഇഷ്ട ജോലിയിൽ നിങ്ങൾക്ക് പ്രവേശിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ നിങ്ങൾ കഷ്ടപ്പെടാൻ തയ്യാറാവണം, എന്നാൽ മാത്രമേ നടക്കത്തുള്ളൂ. ഓക്കെ. പിന്നെ ആരൊക്കെയോ കമൻറ്റ് ചെയ്തിരിക്കുന്നതുകൊണ്ട് എവിടെയോ ഒക്കെ കൊണ്ട് ഏതോ ഒരു കോച്ചിങ് സെൻറ്ററിൽ കൊണ്ട് ഫീസ് കൊടുത്തു, കോച്ചിങ് സെൻറ്റർ ഓൺലൈനും എന്തൊക്കെ കൊടുത്തു. അപ്പോൾ അതുകൊണ്ട് പിന്നെന്താ പറയുന്നത്, പിന്നെ കാശ്, അതായത് ക്ലാസ് കിട്ടിയില്ലെന്നോ എന്തൊക്കെ പറഞ്ഞ് കമൻറ്റ് ഇട്ടു. അതൊക്കെ എന്തോ എനിക്കറിയില്ല നിങ്ങളുടെ കാര്യം. പക്ഷെ നമ്മളിവിടെ പക്കയായിട്ടാണ് കൊടുക്കാറ്. ഞങ്ങൾ സിലബസ് കംപ്ലീറ്റ് ചെയ്ത് തന്നെയാണ് ഇതുവരെ ക്ലാസ് കൊടുത്തിരിക്കുന്നതും. അപ്പം ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്യാം, എൻക്വയറി ചെയ്യാം. താല്പര്യം ഉണ്ടെങ്കിൽ ജോയിൻ ചെയ്യാം. ഓക്കെ. ഏറ്റവും ലോ ഫീസാണ്. അതായത് 90 ദിവസം എന്ന് പറയുമ്പോൾ തന്നെ മെൻറ്റർഷിപ്പോട് കൂടിയിട്ടാണ് കൊടുക്കുന്നത്. ഒരു ദിവസം നിങ്ങൾക്ക് 10 രൂപയുടെ ചിലവേ വരുന്നുള്ളൂ. ടോട്ടൽ കോഴ്സ് ഫീസ് 900 ആണ് കേട്ടോ, LDC ഫുൾ സിലബസ് കംപ്ലീറ്റ് ചെയ്ത് തരുന്നതിന്. അപ്പോൾ ഇവിടെ നോക്കിയാൽ ഇവിടെ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ, നമ്മളോട് ചില വർഷങ്ങളിൽ, മിക്കവാറും വർഷങ്ങളിൽ PSC ക്വസ്റ്റ്യൻ പേപ്പറിൽ ചിലപ്പോൾ ജില്ലയുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. അതായത് കേരളത്തിലെ ആദ്യത്തെ ഡിജിറ്റൽ ജില്ല അല്ലെങ്കിൽ സാക്ഷരതാ ജില്ല എന്നൊക്കെ പറഞ്ഞ് നമ്മളോട് ചോദിക്കാറുണ്ട്. ഒരു ക്വസ്റ്റ്യൻ നമുക്ക് കിട്ടാറുണ്ട്. അപ്പോൾ നമുക്കത് വേണമെന്നുണ്ടെങ്കിൽ കേരള ജോഗ്രഫിയുടെ ഭാഗമായിട്ടോ അല്ലെങ്കിൽ GKയുടെ പാർട്ടായിട്ടോ അതും അല്ലെങ്കിൽ കറണ്ട് അഫയേഴ്സിന്റെ പാർട്ടൊക്കെ ആയിട്ട് കിട്ടുന്ന ക്വസ്റ്റ്യൻ ആണ്. അങ്ങനത്തെ ഒരു ക്വസ്റ്റ്യനിലേക്കാണ് നമ്മൾ ഇന്ന് നോക്കുന്നത്. ശ്രദ്ധിക്കണം കേട്ടോ. കേരളത്തിൽ ആദ്യമായി ജനമൈത്രി സുരക്ഷാ പദ്ധതി ഉദ്ഘാടനം ചെയ്ത ജില്ല. അറിയത്തില്ലെങ്കിൽ നോട്ട്ബുക്ക് എടുത്തിട്ട് എഴുതുക. കേരളത്തിൽ ആദ്യമായി ജനമൈത്രി സുരക്ഷാ പദ്ധതി ഉദ്ഘാടനം ചെയ്ത ജില്ല. കേരളത്തിൽ ആദ്യമായി ജനമൈത്രി സുരക്ഷാ പദ്ധതി ഉദ്ഘാടനം ചെയ്ത ജില്ല ഏതാണ്? തിരുവനന്തപുരം ജില്ലയാണ് കേട്ടോ. കേരളത്തിൽ ആദ്യമായി ജനമൈത്രി സുരക്ഷാ പദ്ധതി ഉദ്ഘാടനം ചെയ്ത ജില്ലയാണ് തിരുവനന്തപുരം ജില്ല. അടുത്തത് ഇന്ത്യയിലെ ആദ്യ സമ്പൂർണ്ണ ഭക്ഷ്യ സുരക്ഷാ ജില്ല. ഇന്ത്യയിലെ ആദ്യ സമ്പൂർണ്ണ ഭക്ഷ്യ സുരക്ഷാ ജില്ല എന്ന് പറഞ്ഞാൽ അത് തന്നെയാണിത്. കേരളത്തിലെയും ആദ്യത്തെ സമ്പൂർണ്ണ ഭക്ഷ്യ സുരക്ഷാ ജില്ല അല്ലെ. ഇപ്പൊ കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഭക്ഷ്യ സുരക്ഷാ ജില്ലയാണ് കൊല്ലം ജില്ല. എൻ്റെ നാക്ക് ചെറുതായിട്ടൊന്ന് പൊട്ടിയിരിക്കുവാണ്. അപ്പം അതിൻ്റെതായ ഒരു ബുദ്ധിമുട്ടുണ്ട് കേട്ടോ സംസാരിക്കും. എന്തെങ്കിലും തിരിഞ്ഞില്ലെങ്കിൽ ക്ഷമിക്കണം. അപ്പം കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഭക്ഷ്യ സുരക്ഷാ ജില്ലയാണ് കൊല്ലം ജില്ല. അപ്പോൾ നമ്മൾ 2 കാര്യങ്ങളാണ് പഠിച്ചത്. ഒന്ന്, ഇന്ത്യയിലെ ആദ്യത്തെ ജനമൈത്രി സുരക്ഷാ പദ്ധതി ഉദ്ഘാടനം ചെയ്ത ജില്ല എവിടെയാണ്? തിരുവനന്തപുരം ജില്ലയാണ്. പിന്നെ ഭക്ഷ്യസുരക്ഷയാണ് പറഞ്ഞത്. എന്താണ്? ഇന്ത്യയിലെ ആദ്യ അല്ലെങ്കിൽ കേരളത്തിലെ ആദ്യ സമ്പൂർണ്ണ ഭക്ഷ്യ സുരക്ഷാ ജില്ലയാണ് കൊല്ലം ജില്ല. അടുത്തത് ഇന്ത്യയിലെ ആദ്യ പുകയില വിമുക്ത ജില്ല. ഇന്ത്യയിലെ ആദ്യത്തെ പുകയില വിമുക്ത ജില്ലയാണ് കോട്ടയം. ഓക്കെ. ഇന്ത്യയിലെ ആദ്യത്തെ പുകയില വിമുക്ത ജില്ല കോട്ടയം. കേരളത്തിലെ ആദ്യ ബാലസൗഹൃദ ജില്ല. കേരളത്തിലെ ആദ്യ ബാലസൗഹൃദ ജില്ലയാണ് ഇടുക്കി. കേരളത്തിലെ ആദ്യ ബാലസൗഹൃദ ജില്ല ഇടുക്കി. കേരളത്തിലെ ആദ്യത്തെ വിധവാ സൗഹൃദ ജില്ലയും ഇടുക്കി തന്നെയാണ്. ഇപ്പൊ കേരളത്തിലെ ആദ്യത്തെ ബാലസൗഹൃദ ജില്ലയും ആദ്യത്തെ വിധവാ സൗഹൃദ ജില്ലയും ഏതാണ്? ഇടുക്കിയാണ്. കേരളത്തിലെ ആദ്യത്തെ ഹോൾമാർക്ക് ജില്ല എന്നറിയപ്പെടുന്നതും ഇടുക്കിയാണ്. മുൻവർഷ ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടതാണ് സമ്പൂർണ്ണ ഭക്ഷ്യ സുരക്ഷാ ജില്ല. ഓർത്തു വെച്ചേക്കണം, കൊല്ലം. പുകയില വിമുക്ത ജില്ല പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടതാണ് കോട്ടയം. ബാലസൗഹൃദ ജില്ല പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടതാണ് ഇടുക്കി. വിധവാ സൗഹൃദ ജില്ല പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടതാണ് ഇടുക്കി. അപ്പം ഞാൻ ഒരുപക്ഷെ കണ്ടതായിരിക്കും ഇതെണ്ണം, മറ്റേത് ചോദിച്ചിട്ടുണ്ടാവാം, എനിക്കറിയില്ല. ഇനിയും നമ്മളേലും ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുമ്പോൾ ചിലപ്പോൾ ക്വസ്റ്റ്യൻ കിട്ടുമായിരിക്കാം. അപ്പൊ പഠിച്ചു വെക്കുക. കേരളത്തിലെ ആദ്യത്തെ ജനമൈത്രി സുരക്ഷാ പദ്ധതി ഉദ്ഘാടനം ചെയ്ത ജില്ല തിരുവനന്തപുരം. ഇന്ത്യയിലെ ആദ്യ ഭക്ഷ്യസുരക്ഷാ ജില്ല അല്ലെങ്കിൽ കേരളത്തിലെ ആദ്യത്തെ
സമ്പൂർണ്ണ ഭക്ഷ്യസുരക്ഷാ ജില്ല കൊല്ലം, കേരളത്തിലെ അല്ലെങ്കിൽ ഇന്ത്യയിലെ ആദ്യത്തെ പുകയില വിമുക്ത ജില്ല കോട്ടയം, കേരളത്തിലെ ആദ്യ ബാലസൗഹൃദ ജില്ല ഇടുക്കി, കേരളത്തിലെ ആദ്യ വിധവാ സൗഹൃദ ജില്ല ഇടുക്കി, കേരളത്തിലെ ആദ്യത്തെ ഹോൾമാർക്ക് ജില്ല എന്നറിയപ്പെടുന്നതും ഇടുക്കി. മസ്റ്റായിട്ടും പഠിക്കണം. ഞാൻ ക്വസ്റ്റ്യൻസ് കണ്ടു, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് എടുത്തു പറഞ്ഞതിന് കൂടുതൽ ഊന്നൽ നൽകി പഠിക്കണം. നെക്സ്റ്റ്, കേരളത്തിലെ ആദ്യത്തെ ശിശു സൗഹൃദ ജില്ല. കേരളത്തിലെ ആദ്യത്തെ ശിശു സൗഹാർദ്ദ ജില്ലയാണ് ഏത്? എറണാകുളം. ബാലസൗഹൃദം ഇടുക്കി, ശിശു സൗഹാർദ്ദം എറണാകുളം. മാറിപ്പോല, ബാലൻ ഇടുക്കി, ശിശു എറണാകുളം. ഓക്കെ, അപ്പൊ കേരളത്തിലെ ആദ്യ ബാലസൗഹൃദ ജില്ല ഇടുക്കിയും ശിശു സൗഹാർദ്ദ ജില്ല ചോദിച്ചാൽ എറണാകുളം. കേരളത്തിലെ ആദ്യത്തെ ഡിജിറ്റൽ ജില്ല. കേരളത്തിലെ ആദ്യത്തെ ഡിജിറ്റൽ ജില്ല ഏതാണ്? തൃശ്ശൂരാണ് കേട്ടോ. കേരളത്തിലെ ആദ്യത്തെ ഡിജിറ്റൽ ജില്ല തൃശ്ശൂര്. കേരളത്തിലെ ആദ്യത്തെ വൈദ്യുതവൽകൃത ജില്ല, അതായത് ആദ്യമായിട്ട് ഫുള്ളി വൈദ്യുതവൽക്കരിച്ച ജില്ല എന്ന് പറയുന്ന ഏതാണ്? പാലക്കാട് ജില്ലയാണ്. കേരളത്തിലെ ആദ്യത്തെ വൈദ്യുതവൽകൃത ജില്ലയാണ് പാലക്കാട്. കേരളത്തിലെ ആദ്യത്തെ ബാങ്കിംഗ് ജില്ല എന്നറിയപ്പെടുന്നതും പാലക്കാടാണ്. കേരളത്തിലെ ആദ്യത്തെ വൈദ്യുതവൽകൃത ജില്ല, കേരളത്തിലെ ആദ്യത്തെ ബാങ്കിംഗ് ജില്ല പാലക്കാട്. കേരളത്തിലെ ആദ്യത്തെ വിവര സാങ്കേതിക വിദ്യാ ജില്ല എന്നറിയപ്പെടുന്നതും പാലക്കാടാണ്. വിവര സാങ്കേതിക, നിങ്ങൾക്കറിയാം ഇൻഫർമേഷൻ ടെക്നോളജിയാണ് അല്ലെ? കേരളത്തിലെ ആദ്യത്തെ വിവര സാങ്കേതിക വിദ്യാ ജില്ല പാലക്കാട്. കേരളത്തിലെ ആദ്യത്തെ നോക്കുകൂലി വിമുക്ത ജില്ലയാണ് മലപ്പുറം. ഓക്കെ, അപ്പൊ നമ്മളോട് മുൻ വർഷങ്ങളിൽ ചോദിച്ച ചോദ്യം ഏതൊക്കെയെന്ന് അറിയണ്ടേ? ശിശു സൗഹാർദ്ദ ജില്ല ചോദിച്ചു കണ്ടിട്ടുണ്ട്, ഡിജിറ്റൽ ജില്ല ചോദിച്ചു കണ്ടിട്ടുണ്ട്, വൈദ്യുതവൽകൃത ജില്ല ചോദിച്ചിട്ടുണ്ട്, സമ്പൂർണ്ണ ബാങ്കിംഗ് ജില്ല ചോദിച്ചിട്ടുണ്ട്, നോക്കുകൂലി വിമുക്ത ജില്ല ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ഓർത്തു വെക്കുക, കേരളത്തിലെ ആദ്യത്തെ ശിശു സൗഹാർദ്ദ ജില്ല എന്നറിയപ്പെടുന്നത് എറണാകുളവും ബാലസൗഹൃദ ജില്ല എന്നറിയപ്പെടുന്നത് ഇടുക്കിയുമാണ്. സമ്പൂർണ്ണ ബാങ്കിംഗ് ജില്ല, കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ ബാങ്കിംഗ് ജില്ല പാലക്കാട്. സമ്പൂർണ്ണ വൈദ്യുതവൽകൃത ജില്ല എന്നറിയപ്പെടുന്നതും പാലക്കാടാണ്. നോക്കുകൂലി വിമുക്ത ജില്ല മലപ്പുറമാണ്. ഓക്കെ, അപ്പൊ ഞാൻ ഈ ടിക്ക് ചെയ്തിരിക്കുന്നത് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കണം. മറ്റേതും പഠിക്കേണ്ടത് തന്നെയാണ്, കാരണം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ് മാത്രമാണ് 150 ടോപ്പിക്സിൽ തരുന്നത്. ഞാൻ പറഞ്ഞല്ലോ ഇതൊരു സ്മാർട്ട് വർക്കിന്റെ ഭാഗമാണ്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ഇത് മുഴുവൻ പഠിക്കണം. പിന്നെ ഞാൻ ഈ ടിക്ക് ചെയ്തത് മുൻവർഷങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടു എന്ന് പറയുന്നത് ഇനിയും തീർച്ചയായിട്ടും നമുക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പൊ അതുകൊണ്ടാണ്, അറിയില്ല എങ്കിൽ മക്കളെ ദയവ് ചെയ്തൊരു നോട്ട്ബുക്ക് എടുക്കുക, നോട്ട്ബുക്കിൽ എഴുതി വെക്കുക. പുതിയതായിട്ടാണ് നമ്മുടെ ക്ലാസ് കാണുന്നത് എന്നുണ്ടെങ്കിൽ ആരെങ്കിലും ആദ്യമായിട്ട് ഈ ക്ലാസ് കാണുന്നവരാണെങ്കിൽ ഒന്ന് കമന്റ് ചെയ്തേക്കും കേട്ടോ. അപ്പൊ നമ്മൾ പിന്നെ അതനുസരിച്ച് നിങ്ങൾക്ക് ഗൈഡൻസ് തരാമല്ലോ, അതുകൊണ്ടാണ്. അപ്പം എന്താ പറയുന്നത്, അല്ലാതെ നേരത്തെ കണ്ടുകൊണ്ടിരിക്കുന്ന കുട്ടികളുടെ ഈ നോട്ട്ബുക്ക് കാണും. കാരണം ഞാൻ കഴിഞ്ഞ ദിവസം ആരാണോ, ഞാൻ പേര് മറന്നുപോയി, ഗായത്രി ആണെന്ന് തോന്നുന്നു, ആരോ ഇങ്ങനെ എഴുതിയിട്ടുണ്ടായിരുന്നു. ഇനി ആളുടെ പേര് ഗായത്രി ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. അതായത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിനും ആ കുട്ടിക്ക് ഒരു ബുക്കാണ്, 150 ടോപ്പിക്സിനും ആ കുട്ടിക്ക് ഒരു ബുക്കാണ്. അപ്പോൾ ഈ കുട്ടി 2 ബുക്കുകളിലായിട്ടാണ് ഇതിങ്ങനെ നോട്ട് എഴുതി പോകുന്നതെന്ന് പറഞ്ഞിട്ട് പറയുന്നുണ്ട്. ആ നോട്ട് എഴുതി പോകുമ്പോൾ മക്കളെ അതിനോടൊപ്പം റിവിഷൻ ചെയ്യണം. എക്സാമിനോട് അടുപ്പിച്ച് എന്ത് ചെയ്യണം, പലതവണ ആ നോട്ട്ബുക്ക് ഒന്ന് വായിച്ചിട്ട് പോയി കഴിഞ്ഞാൽ നല്ലതായിരിക്കും കേട്ടോ. അപ്പോൾ ആദ്യമായിട്ട് നമ്മുടെ ഈ ക്ലാസ് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ലെച്ചൂസ് എഡ്യൂ ടിപ്സിന് വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു നോട്ട്ബുക്ക് ഒന്ന് മാറ്റി വെച്ചേക്കുക. അറിയത്തില്ലാത്ത കാര്യങ്ങൾ എഴുതിയെടുത്ത് പഠിക്കണം. പിന്നെ ഒരു കാര്യം, ഇവിടെ വല്ലാത്ത നോയിസ് ഡിസ്റ്റർബൻസ് ഉണ്ട്. അങ്ങനെ നോയിസ് എന്തെങ്കിലും നിങ്ങൾ ഈ ക്ലാസ്സിനിടെ കേൾക്കുവാണെന്നുണ്ടെങ്കിൽ അങ്ങ് വിട്ട് കളഞ്ഞേക്കുക. കാരണം ഇന്ന് രാവിലെ തൊട്ട് ഭയങ്കര നോയിസ് ഡിസ്റ്റർബൻസ് ആണ് ഞാൻ ക്ലാസ് എടുക്കുമ്പോൾ. പിന്നെ എടുക്കാതിരിക്കാൻ പറ്റില്ലല്ലോ എന്നോർത്ത് നമ്മൾ ചെയ്യുന്നതാണ് കേട്ടോ. അപ്പൊ നമുക്ക് കുറച്ച് കാര്യം കൂടിയുണ്ട്, അതും കൂടി നോക്കാം. ശ്രദ്ധിക്കുക, കേരളത്തിലെ ആദ്യത്തെ വയോജന സൗഹൃദ ജില്ല. അപ്പം ശിശു സൗഹൃദം പഠിച്ചു, ബാലസൗഹൃദം പഠിച്ചു, വിധവാ സൗഹൃദം പഠിച്ചു, ഇനി വയോജന സൗഹൃദം. കേരളത്തിലെ ആദ്യത്തെ വയോജന സൗഹൃദ ജില്ലയാണ് കോഴിക്കോട്. ഓർത്ത് വെച്ചേക്കണം കേട്ടോ. കേരളത്തിൽ ആദ്യമായിട്ട് 3G സംവിധാനം നിലവിൽ വന്ന ജില്ലയും ഏതാണ്? കോഴിക്കോട് ജില്ലയാണ്. അതുപോലെ തന്നെ ഈ ടോയ്ലറ്റ് ആദ്യമായിട്ട് കേരളത്തിൽ ആരംഭിച്ചത് കോഴിക്കോട് ജില്ലയിലാണ്. ഇവിടുന്ന് PSC നമ്മളോട് ചോദിച്ചിട്ടുണ്ട് വയോജന സൗഹൃദ ജില്ല. അപ്പൊ കേരളത്തിലെ ആദ്യത്തെ വയോജന സൗഹൃദ ജില്ല എന്നറിയപ്പെടുന്നത് കോഴിക്കോട് ജില്ലയാണ്. കേരളത്തിൽ ആദ്യമായി ഈ ടോയ്ലറ്റ് സ്ഥാപിച്ചത് കോഴിക്കോട് ജില്ലയിലാണ്. കേരളത്തിൽ ആദ്യമായി 3G സംവിധാനം നിലവിൽ വന്നത് എവിടെയാണ്? കോഴിക്കോട് ജില്ലയിലാണ്. നെക്സ്റ്റ്, കേരളത്തിൽ ആദ്യമായി ജൈവ വൈവിധ്യ രജിസ്റ്റർ തയ്യാറാക്കിയ ജില്ല. കേരളത്തിൽ ആദ്യമായി ജൈവ വൈവിധ്യ രജിസ്റ്റർ തയ്യാറാക്കിയ ജില്ലയാണ് വയനാട്. PSCയുടെ ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ, പഠിച്ചു വെച്ചേക്കണം. കേരളത്തിൽ ആദ്യമായിട്ട് ജൈവ വൈവിധ്യ രജിസ്റ്റർ തയ്യാറാക്കിയ ജില്ല വയനാട്. കേരളത്തിൽ ആദ്യമായി കാർബൺ ന്യൂട്രാലിറ്റി പ്രോജക്റ്റ് നിലവിൽ വന്ന ജില്ലയും ഏതാണ്? വയനാടാണ്. മറ്റൊരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ, കേരളത്തിൽ ആദ്യമായിട്ട് കാർബൺ ന്യൂട്രാലിറ്റി പ്രോജക്റ്റ് നിലവിൽ വന്ന ജില്ല ഏതാണ്? വയനാട് ജില്ല. 100% പ്രാഥമിക വിദ്യാഭ്യാസം ആദ്യമായിട്ട് നേടിയ ജില്ലയാണ് കണ്ണൂര്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ,
100%. കേരളത്തിൽ ആദ്യമായി 100% പ്രാഥമിക വിദ്യാഭ്യാസം നേടിയ ജില്ല കണ്ണൂര്. കേരളത്തിൽ ആദ്യമായിട്ട് വിള ഇൻഷുറൻസ് നിലവിൽ വന്ന ജില്ലയാണ് കാസർഗോഡ്. ഈ ടിക്കിട്ടിരിക്കുന്ന ഇത്രയും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്. ഇനിയും PSC ചോദിച്ചേക്കാം. സോ നിങ്ങൾ മക്കളെ പഠിച്ചു വെക്കണം. ഓക്കെ, അപ്പൊ കേരളത്തിൽ ആദ്യമായിട്ടുള്ള പ്രധാനപ്പെട്ട ഇമ്പോർട്ടന്റ് ജില്ലകളെ അങ്ങനത്തെ പ്രത്യേകതയാണ് പറഞ്ഞത്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ചെയ്ത് വരുമ്പോൾ നിങ്ങൾക്ക് ഇവിടുന്ന് ഒരു ക്വസ്റ്റ്യൻ ഉറപ്പായിട്ടും കിട്ടും. വരാൻ പോകുന്ന എക്സാമിനേഷൻ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അപ്പോൾ വരാൻ പോകുന്ന എക്സാമിനേഷനെ ഫോക്കസ് ചെയ്തുകൊണ്ടുള്ള സീരീസ് ആണ് 150 ടോപ്പിക്സ്. ആദ്യമായിട്ട് ചാനൽ കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എങ്കിൽ മാത്രം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനും കാര്യങ്ങളും ഒക്കെ കിട്ടുള്ളൂ, കറക്റ്റായിട്ട് ക്ലാസ് കാണാൻ പറ്റുള്ളൂ. ഇനി നമ്മുടെ ക്ലാസ് കണ്ടിട്ട് രാജിയാന്ന് തോന്നുന്നു കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. മിസ്സേ കമന്റ് ഇടാറില്ലെന്നേ ഉള്ളൂ എല്ലാ ക്ലാസ്സും കാണുന്നത്. ജസ്റ്റ് ഒരു കമന്റും കൂടി ഇട്ടേക്കും, ഒരു ലൈക്കും കൂടി ചെയ്തിട്ട് പോകും. അതുകൊണ്ട് നിങ്ങൾക്ക് അറിയാവുന്നവർക്കും കൂടി ചാനലിലെ ലിങ്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ രാജി. അപ്പൊ നമുക്കിനി അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക്